ചങ്ങായിമാരെ നമ്മളെ സംഘികളും ക്രിസംഖികളും ഉണ്ടല്ല, അവര് നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ പൊട്ടന്മാരാണെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിരുന്നു. യു.പിയിലെ മീററ്റില് കുത്തക മുതലാളിമാർക്ക് വേണ്ടി മുസ്ലിമിന്റെ കടകളും അതിന്റെ പിന്നാലെ ഹിന്ദുവിന്റെ കടകളും നമ്മൾ യോഗിച്ചില്ലേ മുന്നറിയിപ്പും നഷ്ടപരിഹാരവും കൊടുക്കാതെ പൊളിക്കുന്നതിന്റെ വീഡിയോ. ആ വീഡിയോ എടുത്തിട്ട് കുറച്ച് സംഘികളും ക്രിസംഖികളും റിയാക്ട് ചെയ്തിട്ട് പറയുന്നത്, നീയല്ലടാ പറഞ്ഞത് നമ്മളെ യോഗിച്ച് മുസ്ലിങ്ങളെ മാത്രമേ ജീവിക്കാൻ വിടാതെയുള്ളൂ, ഹിന്ദുക്കളെയും നമ്മളെ യോഗിച്ച് ജീവിക്കാൻ വിടുന്നില്ല, ഇനിയെങ്കിലും നീ യോഗിച്ചിന്റെ വർഗീയവാദി എന്ന് വിളിക്കാൻ പാടില്ല എന്ന്. ഇത് പറയാൻ കാണിച്ച ഇവന്മാരുടെ ബുദ്ധി ഉണ്ടല്ല, ആ ബുദ്ധി നിൽക്കുന്ന അവസ്ഥയുണ്ടല്ല, ആ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ചിരി വരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രമുഖൻ നമ്മൾ ഇസ്രായേലിലെ കൊണ്ടുവരണ്ടല്ല, എനിക്കെതിരെ കുനിഞ്ഞിരുന്നെന്ന് ആഞ്ഞടിച്ചിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ? യോഗിജിന്റെ ബുൾഡോസർ ഉണ്ടല്ലോ, ജയ് ശ്രീരാം വിളിച്ച് സന്തോഷിച്ച ഈ സംഖ്യയില്ലേ, ഈ സംഖ്യയുടെ കടകളും വന്ന് തകർത്ത്. അപ്പൊ ഈ സംഖ്യയുടെ അവസ്ഥ നമുക്കൊന്ന് കണ്ടാലോ? നീ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? കേരളത്തിലെ പോലെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് മേടിച്ചിട്ട് അവർക്ക് വേണ്ടി മാമാപ്പണി എടുക്കുന്നതാണോ രാഷ്ട്രീയം? നീ ഇട്ടതിപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ മതം നോക്കാതെ ജാതി നോക്കാതെ പണിയെടുത്ത യോഗി ആദിത്യനാഥല്ലേ യഥാർത്ഥ നേതാവ്. എന്റെ പൊന്നു വരണേ, നീ ശരിക്കും മണ്ടനായിരുന്നോ അതോ ഇവന്മാരുടെ കൂടെ കൂടി മണ്ടനായതാണോ? നിന്നെ ഞാൻ വെറുതെ തന്തയ്ക്കും തലയ്ക്കൊന്നും വിളിക്കൂല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് നിന്നെ ഒന്ന് ഊതിയാൽ മതി. ഈ കുണ്ടൻ ചെക്കനുണ്ടല്ല, ഇസ്രായേലിൽ പോയിട്ട് ജൂതന്മാരെ കാണുമ്പോ കുനിഞ്ഞു നിന്നിട്ടില്ല, ഇവന്റെ തലച്ചോറുണ്ടല്ല കുനിഞ്ഞു നിൽക്കുമ്പം അങ്ങ് നിലത്ത് പോയി. അങ്ങനെ ഇവനുണ്ടല്ല പൊട്ടനായി. എടാ കുണ്ടൻ ചക്ക, നമ്മളെന്താണ് പറഞ്ഞത്? നമ്മുടെ യോഗിജി ഉണ്ടല്ല ഹിന്ദുവിന്റെ കൂടെയാണെന്നും പറഞ്ഞിട്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കും. എന്നിട്ട് ഏതെങ്കിലും കുത്തക മുതലാളിക്ക് വേണ്ടിട്ട് ഹിന്ദുവിന്റെ കടകളും തകർക്കും, ഹിന്ദുവിന്റെ അമ്പലങ്ങളും തകർക്കും. അത് മുന്നറിയിപ്പും കൊടുക്കൂല, ഒരു നഷ്ടപരിഹാരവും കൊടുക്കൂല. അതിന്റെ പിന്നാലെ ഉണ്ടല്ല ആ സ്ഥലങ്ങള് ഏക്കറിന് വെറും 1 രൂപക്ക് നമ്മുടെ യോഗിജി ഉണ്ടല്ല കുത്തക മുതലാളിമാർക്ക് വിൽക്കുകയും ചെയ്യും. അതായത് നിന്റെയൊക്കെ യോഗിജി സ്നേഹിക്കുന്നത് ഹിന്ദുവിനെയല്ല, ഹിന്ദുവിലെ കുത്തക മുതലാളിയായ അദാനിയെയും അംബാനിയാണ് സ്നേഹിക്കുന്നത്. അല്ലാതെ പാവപ്പെട്ട അന്നന്ന് അധ്വാനിച്ച് അന്നന്ന് ജീവിക്കുന്ന ഒരു ഹിന്ദുവിനെയും യോഗിജി ഇതുവരെ സ്നേഹിച്ചിട്ടുമില്ല, ഇനി അങ്ങോട്ട് സ്നേഹിക്കൂല്ല. എന്നാലും നമ്മളെ യോഗിജി വർഗീയവാദിയല്ല, മുസ്ലിമിനെ മാത്രമല്ല ജീവിക്കാൻ വിടാത്തത്, ഹിന്ദുവിനെ കൂടിയാണ് ജീവിക്കാൻ വിടാത്തതെന്ന് പറഞ്ഞ നിന്റെയൊക്കെ അവസ്ഥയും നിന്റെയൊക്കെ പൊട്ടത്തരം കാണുമ്പോട്ടില്ല സത്യം പറഞ്ഞ സങ്കടം വരുന്നുണ്ട്. എന്നാ പിന്നെ ഈ വീഡിയോ കൂടി കണ്ടിട്ട് കുരുപൊട്ടുന്ന യോഗിജിന്റെ സംഖ്യക്കും ക്രിസംഖ്യക്കും എന്റെ ഒരു നല്ല സുലാൻ.